اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. أما بعد. نون والقلم وما يسطرون എന്ന സൂറത്തിൽ നിന്ന് 34-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്ന ലിൽമുത്തഖീന ഇൻദ റബ്ബിഹിം ജന്നാത്തിൻ നഈം. ഇന്ന ലിൽമുത്തഖീന, തീർച്ചയായും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചവർക്കുണ്ട്, തഖ്വ പാലിച്ച് ജീവിച്ചവർക്കുണ്ട്. ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ അരികിൽ, ജന്നാത്തിൻ നഈം, നഈമിന്റെ ജന്നാത്ത്, സുഖങ്ങളുടെ സ്വർഗത്തോപ്പുകൾ. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ലമ്മാ ദക്കറല്ലാഹു തആല ഹാല അഹ്ലിൽ ജന്നത്തി ദുനിയവിയ്യ, ദുനിയാവിലെ ഒരു ജന്നത്തിന്റെ ആളുകളുടെ കഥ അള്ളാഹു പറഞ്ഞതിന് ശേഷം, അതാണ് നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞത്. ഒരു തോട്ടത്തിന്റെ ഉടമകളായിരുന്ന ആളുകൾ ആർക്കും കൊടുക്കാതെ മുഴുവൻ കൊയ്തെടുക്കാൻ തീരുമാനിച്ച് ചെന്നപ്പോഴേക്കും അള്ളാഹു അത് മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. അവരാകെ ഖേദിച്ച് അവിടെ കഴിഞ്ഞു. കദാലിക്കൽ അദാബ്, അങ്ങനെയാണ് അള്ളാഹുവിന്റെ ശിക്ഷ. വലഅദാബുൽ ആഖിറതി അക്ബർ, ആഖിറത്തിൽ അദാബാകട്ടെ, അതാണ് ഏറ്റവും വലുത്. ലൗ കാനൂ യഅലമൂൻ, അവരറിഞ്ഞിരുന്നുവെങ്കിൽ. ദുനിയാവിലെ നഷ്ടങ്ങൾ, ദുനിയാവിലെ തകരാറുകളൊക്കെ നമുക്ക് പരിഹരിക്കാൻ സാധിച്ചേക്കും. എന്നാൽ ഈ ജീവിതം അങ്ങ് നഷ്ടത്തിൽ കഴിഞ്ഞുപോയി. ആഖിറത്തിലെത്തിയാൽ തിരിച്ച് ഒരു മടക്കം സാധ്യമല്ല. കാരണം ഇതാണ് മസ്റഅ, വിളവെടുപ്പിനുള്ള കൃഷിയുടെ സ്ഥലം അതിവിടെയാണ്. ജനങ്ങൾ അത് കൊയ്തെടുക്കുന്ന കാലത്ത് നമ്മൾ നട്ടുപിടിപ്പിക്കാതിരുന്നാൽ അന്ന് ഖേദിച്ചിട്ട് കാര്യമില്ല. ആ ദുനിയാവിലെ തോട്ടത്തിന്റെ ആളുകളുടെ കഥ പറഞ്ഞപ്പോൾ, വമാ അസാബഹും ഫീഹാ മിനൻ നിഖ്മ, അവർക്ക് ഈ ദുനിയാവിൽ ബാധിച്ച അപകടം, അതിനെക്കുറിച്ചും പറഞ്ഞതിനു ശേഷം എന്താണ് അത് കിട്ടാനുള്ള കാരണം? ഹീന അസവുല്ലാഹ അസ്സ വജൽ, അള്ളാഹുവിനെ ധിക്കരിച്ചപ്പോൾ അവർക്ക് ദുനിയാവിൽ കിട്ടി, അവരുടെ തോട്ടം ആകെ നശിച്ചുപോയി. വഖാലഹു അംറഹു, അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചപ്പോൾ അവർക്ക് അങ്ങനെ സംഭവിച്ചു. ഇത് പറഞ്ഞതിന് ശേഷം ബയ്യന, അള്ളാഹു വിവരിച്ചു തരുന്നു, അന്ന ലിമൻ ഇത്തഖാ, ആരാണോ അള്ളാഹുവിനെ സൂക്ഷിച്ചത്, വഅതാഅഹു, അവനനുസരിച്ചത്, ഫിദ്ദാരിൽ ആഖിറതി ജന്നാത്തുൻ നഈം, അങ്ങനെ അള്ളാഹുവിനെ അനുസരിച്ചവർക്ക് പരലോകത്ത് ജന്നാത്തുൻ നഈമാണുള്ളത്. അല്ലതി ലാ തബീദ് വലാ തുഫറഖ് വലാ യൻഖദി നഈമുഹാ, തീർന്നു പോകാത്ത, നശിച്ചു പോകാത്ത, കാലിയായി പോകാത്ത, അവസാനിക്കാത്ത സുഖങ്ങളുള്ള അള്ളാഹുവിന്റെ ജന്നത്താണ് അവർക്കുള്ളത്. നോക്കൂ, മനോഹരമായി ഈ ഭൂമി, എത്ര എത്ര ഭംഗിയുള്ള കാര്യങ്ങളാണ്, സ്ഥലങ്ങളാണ് അള്ളാഹു ഈ ഭൂമിയിൽ പല സ്ഥലത്തായി നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിന് കഴിവുള്ളവനായ റബ്ബ്, അവൻ പറഞ്ഞത് സത്യമാണ്. അവൻ നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത സ്വർഗം ഒരുക്കി വച്ചിട്ടുണ്ട്. അവൻ നമ്മിൽ നിന്ന് അതിനെ മറച്ചിരിക്കുന്നു, നമുക്കത് കാണാൻ സാധ്യമല്ല. അത് മഖ്ലൂഖത്താണ് ജന്ന, സ്വർഗം പടക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് നരകം. നോക്കൂ, അള്ളാഹു അതിന് അടയാളങ്ങൾ നമുക്ക് ഈ ഭൂമിയിൽ വച്ചിരിക്കുന്നു. നഹ്നു ജഅൽനാഹാ തദ്കിറതൻ വമതാഅൻ ലിൽമുഖ്വീൻ, ദുനിയാവിലെ തീ നോക്കൂ, അള്ളാഹു അതിനെ തദ്കിറത്താക്കിയിരിക്കുന്നു, ഓർമ്മപ്പെടുത്തലാക്കിയിരിക്കുന്നു. ചൂടേറിയ വെള്ളം നോക്കൂ ദുനിയാവിലുള്ളത്, നല്ല ചൂടായത് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ശരീരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ചൊറിച്ചിലൊക്കെ ഉണ്ടായാൽ ചൂടുവെള്ളം കൊണ്ട് കഴുകും. അതിന്റെ ചൂടൊന്ന് കൂടിപ്പോയാൽ എന്തായിരിക്കും അവസ്ഥ? ദുനിയാവിൽ നമ്മുടെ അവയവത്തിൽ അത് തട്ടുമ്പോഴേക്കും ആകെ പൊള്ളിപ്പോകുന്നു. എന്തായിരിക്കും പരലോകത്തെ ചുട്ടുപൊള്ളുന്ന വെള്ളത്തിന്റെ അവസ്ഥ? നരകത്തിലുള്ള അങ്ങനെയുള്ള മാ ഉൽ ഹമീം, അതിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇത് ഇവിടെ സ്ഥാപിച്ച അള്ളാഹുവാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത് നരകത്തിൽ ഇങ്ങനെ ഉണ്ട് എന്ന്. അതുകൊണ്ട് ഇത് ഹക്കാണ്, ഇത് രണ്ടും ഹക്കാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, അഫനജഅലുൽ മുസ്ലിമീന കൽ മുജ്രിമീൻ മാ ലക്കും കൈഫ തഹ്കുമൂൻ അം ലക്കും കിതാബുൻ ഫീഹി തദ്റുസൂൻ ഇന്ന ലക്കും ഫീഹി ലമാ തഖയ്യറൂൻ അം ലക്കും അയ്മാനുൻ അലൈനാ ബാലിഗത്തുൻ ഇലാ യൗമിൽ ഖിയാമത്തി ഇന്ന ലക്കും ലമാ തഹ്കുമൂൻ
سلهم أيهم بذلك زعيم أم لهم شركاء فليأتوا بشركائهم إن كانوا صادقين الله ചോദിക്കുന്നു അഫനജഅലുൽ മുസ്ലിമീന കൽ മുജ്രിമീൻ അല്ലാഹുവിനെ കീഴ്പ്പെട്ട് ഇസ്ലാമിൽ പ്രവേശിച്ച് അതിലായിക്കൊണ്ട് ജീവിച്ച് മരിച്ച മുസ്ലിമീങ്ങളെയും അവരെ നാം ആക്കി തീർക്കുമോ കൽ മുജ്രിമീൻ കുറ്റവാളികളെപ്പോലെ മാലക്കും നിങ്ങൾക്ക് എന്ത് പറ്റി കൈഫ തഹ്കുമൂൻ എങ്ങനെയാണ് നിങ്ങൾ വിധി പറയുന്നത് അംലക്കും അല്ല നിങ്ങൾക്കുണ്ടോ കിതാബുൻ ഒരു കിതാബ് ഫീഹി തദ്റുസൂൻ നിങ്ങൾ അതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയാണ് നടക്കുക പരലോകത്ത് അള്ളാഹുവിനെ ധിക്കരിച്ചവനും തോന്നിവാസിയായി തോന്നിയതുപോലെ ജീവിച്ചവനും അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചവനും ഒരുപോലെയാണ് എന്ന് അള്ളാഹു പറഞ്ഞു തന്ന വല്ല കിതാബ് നിങ്ങളുടെ കയ്യിലുണ്ടോ അത് നിങ്ങൾ പഠിക്കുകയാണോ ഇന്നലക്കും ഫീഹി അതിലുണ്ടോ നിങ്ങൾക്ക് അതിലുണ്ടോ ലമാ തഖയ്യറൂ നിങ്ങൾ തെരഞ്ഞെടുക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യം പറഞ്ഞതായി അള്ളാഹു അവങ്കൽ നിന്ന് അവതരിച്ചൊരു കിതാബ് നിങ്ങളുടെ കയ്യിലുണ്ടോ അംലക്കും അല്ല നിങ്ങൾക്കുണ്ടോ ഐമാനുൻ ഐമാൻ എന്നാൽ കരാർ സത്യം ചെയ്തു പറഞ്ഞ കാര്യം അലൈന ബാലിഗത്തുൻ നമുക്ക് നേരെ എത്തുന്ന അഥവാ അള്ളാഹു തന്നിട്ടുള്ള കരാർ ഇലാ യൗമിൽ ഖിയാമ ഖിയാമത്ത് നാൾ വരേക്കും എങ്ങനെയുള്ള കരാറാണത് ആ കരാറിൽ എന്താണുള്ളത് ഇന്നലക്കും നിങ്ങൾക്കുണ്ട് ലമാ തഹ്കുമൂൻ നിങ്ങൾ വിധിക്കുന്ന കാര്യം നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് വേണമെന്ന് വിചാരിക്കുന്നത് അതുണ്ട് നിങ്ങൾക്ക് തരും എന്ന് അല്ലാഹു അവനിലേക്ക് എത്തുന്ന വല്ല കരാറും നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ മുറിഞ്ഞു പോകാത്ത കരാർ അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ സൽഹും അവരോട് ചോദിച്ചു നോക്കൂ താങ്കൾ അയ്യുഹും ബിദാലിക സഈം അയ്യുഹും അവരിൽ ആരാണ് ബിദാലിക അക്കാര്യം സഈം ആ കാര്യം ഉറപ്പിച്ചു പറയാൻ അത് ഏറ്റിട്ടുള്ള ആരാണ് അവരുടെ കയ്യിൽ കൂടെ ഉള്ളത് അംലഹും അല്ല അവർക്കുണ്ടോ ശുറക്കാ പങ്കാളികൾ ശരീക്കുകൾ അള്ളാഹുവിന് പുറമെ റബ്ബിൽ നിന്നതൊക്കെ നേടിത്തരാം എന്ന് പറഞ്ഞ ശരീഖ് അങ്ങനെയുള്ള പങ്കുകാർ വല്ലവരും അവർക്കുണ്ടോ ഫലിയഅ്തു എങ്കിൽ അവർ കൊണ്ടുവരട്ടെ ബിശുറക്കാഇഹിം അവരുടെ പങ്കുകാരെ ഇൻ കാനൂ സാദിഖീൻ അവർ സത്യസന്ധരാണെങ്കിൽ സുബ്ഹാനല്ലാഹ് ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ചിന്തിക്കാനുള്ള ആയത്താണിത് ഇബ്നു കസീർ പറഞ്ഞു അഫനജഅലുൽ മുസ്ലിമീന കൽ മുജ്രിമീൻ മുസ്ലിമീങ്ങളെ നാം കുറ്റവാളികളെ പോലെ ആക്കുമെന്നാണോ ഐ അഫനുസാവി ബൈന ഹഉലായി വഹഉലായി ഫിൽ ജസാ പരലോകത്ത് പ്രതിഫലത്തിൽ ഇക്കൂട്ടരെയും അക്കൂട്ടരെയും നാം ഒരുപോലെ ആക്കുമെന്നോ കല്ലാ വറബ്ബിൽ അർദി വസ്സമാ ഇല്ല ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബായ അല്ലാഹുവാണ് ഇല്ല മാലക്കും കൈഫ തഹ്കുമൂൻ എന്താണ് എങ്ങനെയാണ് നിങ്ങൾ അത് വിധിക്കുന്നത് ഐ കൈഫ തദുന്നൂന ദാലിക് എങ്ങനെയാണ് നിങ്ങൾക്കത് വിചാരിക്കാൻ സാധിക്കുന്നത് അത് ഊഹിക്കാൻ എങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നു അംലക്കും കിതാബും ഫീഹി തദ്റുസൂൻ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വല്ല കിതാബും നിങ്ങൾക്കുണ്ടോ ഇന്നലക്കും ഫീഹി ലമാ തഖയ്യറൂൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കുണ്ടെന്ന് അതിൽ പറയുന്ന ഒരു കിതാബ് യഖൂൽ അല്ലാഹു ചോദിക്കുന്നു അഫബി ഐദീകും കിതാബുൻ മുനസ്സലുൻ മിനസ് സമാ മുകളിൽ നിന്ന് അല്ലാഹു ഇറക്കിയ വല്ല കിതാബ് നിങ്ങളുടെ കയ്യിലുണ്ടോ തദ്റുസൂനഹു നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വതഹ്ഫദൂനഹു നിങ്ങൾ ഹിഫ്ളാക്കിക്കൊണ്ടിരിക്കുന്ന വതതദാവലൂനഹു ബിനഖ്ലിൽ ഖലഫി അനിസ് സലഫ് മുൻഗാമികളിൽ നിന്ന് കൈമാറി പിൻഗാമികൾക്ക് കിട്ടിയ അല്ലാഹുവിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള വല്ല കിതാബ് നിങ്ങളുടെ കയ്യിലുണ്ടോ മുതദമ്മിനുൻ ഹുക്മൻ മുഅക്കദൻ കമാ തദ്ദഊന ഉറപ്പിച്ച ഒരു വിധി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അങ്ങനെയാണ് തോന്നിവാസിയായി ജീവിച്ചോളൂ അല്ലാഹു പരലോകത്ത് നല്ലതൊക്കെ തരും എന്ന് പറയുന്നത് ഒരു കിതാബ് നിങ്ങൾക്കുണ്ടോ ഇന്നലക്കും ഫീഹി ലമാ തഖയ്യറൂൻ നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങൾ തെരഞ്ഞെടുത്തത് നിങ്ങൾക്കുണ്ടെന്ന് അംലക്കും ഐമാനുൻ അല്ല നിങ്ങൾക്കുണ്ടോ ഐമാനുൻ കരാറുകൾ സത്യം ചെയ്തു പറഞ്ഞ കാര്യങ്ങൾ അലൈന ബാലിഗത്തുൻ ഇലാ യൗമിൽ ഖിയാമ ഖിയാമത്ത് നാൾ വരെ അവധി പറഞ്ഞിട്ടുള്ള നമ്മിലേക്ക് എത്തുന്ന വല്ല കരാറും എന്താണ് ആ കരാറിലുള്ളത് ഇന്നലക്കും ലമാ തഹ്കുമൂൻ നിങ്ങൾ വിധിക്കുന്നത് നിങ്ങൾ തീരുമാനിക്കുന്നതാണ് നിങ്ങൾക്ക് കിട്ടുക പരലോകത്തിൽ ആരെങ്കിലും തനിക്ക് അദാബ് വേണമെന്ന് പരലോകത്ത് തീരുമാനിക്കുമോ ശിക്ഷ വേണമെന്ന് ഇല്ല അപ്പൊ സുഖം വേണം എന്നേ എല്ലാവരും അവനവന്റെ കാര്യത്തിൽ വിധി പറയുകയുള്ളൂ നിങ്ങൾ വിധിച്ചത് നിങ്ങൾക്ക് കിട്ടും എന്ന് പറയുന്ന വല്ല കരാറും ഖിയാമത്ത് നാൾ വരെ അവധി വെച്ച നിലക്ക് എന്ന് പറഞ്ഞാൽ കരാറിന് പരിധി ഉണ്ടാവുമല്ലോ അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ ഐ അമഅകും ഉഹൂദും മിന്ന വമവാസിഖു മുഅക്കദ ഉറപ്പിച്ച വല്ല കരാറുകളും യാതൊരു സംശയമില്ലാത്ത വല്ല കരാറുകളും അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ
ഇന്നലക്കും ലമാ തഹ്കുമൂൻ, നിങ്ങൾ വിധിച്ചത് നിങ്ങൾക്ക് കിട്ടുമെന്ന്. ഐ അന്നഹു സയഹ്സുലു ലക്കും മാ തുരീദൂന വതഷ്തഹൂൻ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന്. സൽഹും, അവരോട് ചോദിക്കൂ, അയ്യുഹും ബിദാലിക സഈം, ആരാണ് അതിന് സഈമായി ഉള്ളത്. ഐ ഖുൽ ലഹും, എന്ന് പറഞ്ഞാൽ അവരോട് ചോദിക്കൂ നബിയെ, മൻ ഹുവൽ മുതളമ്മിനുൽ മുതകഫിലു ബിഹാദാ, അതേറ്റെടുത്തവൻ ആരുണ്ട്. അം ലഹും ശുറകാ, അതല്ല അവർക്ക് വല്ല പങ്കുകാരുമുണ്ടോ. ഐ മിനൽ അസ്നാമി വൽ അൻദാദ്, ബിംബങ്ങളും അല്ലാഹുവിന്റെ സമന്മാരായി അവർ സ്ഥാപിച്ചവരും. ഫലിയഅ്തു ബിശുറകാഇഹിം, എങ്കിൽ അവരുടെ പങ്കുകാരെ കൊണ്ടുവരട്ടെ. ഇൻകാനു സാദിഖീൻ, അവർ സത്യസന്ധരാണെങ്കിൽ. പലരും അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത്, തോന്നിവാസിയായി ജീവിച്ചാൽ മതി, എന്റെ മുരീദന്മാർ നരകത്തിലെന്ന് നരകത്തെ കാക്കുന്ന മലക്ക് പറഞ്ഞവർ. നരകത്തെ കാക്കുന്ന മലക്ക് പറഞ്ഞിട്ടുണ്ട്, മെഹദി ഷേഖിന്റെ തരീഖത്തിൽ പെട്ടാൽ മതി, പിന്നെ അങ്ങനെയും ജീവിക്കാം എന്ന്. ഓരോ തരീഖത്തുകളാണ്, ജീലാനി തരീഖത്ത്, അതുപോലെ ഖാദിരി തരീഖത്ത്, നക്ഷബന്ദി തരീഖത്ത്, സുഹ്റവർദി, ചിശ്തി. എന്താണ് അബൂബക്കർ സിദ്ദീഖിന്റെയും ഉമറിന്റെയും ഉസ്മാന്റെയും പേരിലൊന്നും ഇല്ലാത്തത്? എന്താണ് അവരുടെ പേരിലില്ലാത്തത്? കാരണം അവരുടെ ജീവിതം വളരെ വ്യക്തമാണ്. അവരുടെ ജീവിതം വളരെ വളരെ വ്യക്തമാണ്. കള്ളക്കഥകൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ അത്ര എളുപ്പമല്ല. അപ്പൊ ഇങ്ങനെ ഒരുപാടില്ലാത്ത കറാമത്ത് കഥകളൊക്കെ പറയണമെങ്കിൽ എന്ത് വേണം? ജനങ്ങൾക്ക് അത്ര പരിചിതരല്ലാത്ത ആളുകളായിരിക്കണം. അള്ളാഹുവിന്റെ യഥാർത്ഥ ഔലിയ, അവന്റെ ഔലിയാക്കൾ ഏറ്റവും മഹാന്മാർ, എന്താണ് അവരുടെ പേരിൽ ഇങ്ങനത്തെ കറാമത്ത് കഥകൾ വല്ലാതെ കേൾക്കാത്തത്? ഇതൊക്കെ കൊണ്ടാണ്. അപ്പോ നോക്കൂ, അങ്ങനെ ആരുണ്ട്? ഏത് ശുറക്കാവുണ്ട് അവരെ രക്ഷിക്കാൻ? ഒരാളുമില്ല. നോക്കൂ സഹോദരങ്ങളെ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അദ്ദാഉ വദ്ദവാ എന്ന കിതാബിൽ അദ്ദേഹം പറഞ്ഞു, പാവങ്ങൾ, തെറ്റുകൾ, അള്ളാഹുവിന്റെ അവനോടും ചെയ്യുന്ന മാസിയത്തുകൾ, അതിൽ നമ്മൾ വളരെയധികം പേടിക്കേണ്ട ഒരു കാര്യമാണ് അന്ത്യം മോശമായി പോവുക എന്നത്. കാരണം അവസാനത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ സാധിക്കാതിരുന്നു പല ആളുകൾക്കും. അവരിൽ ചിലർ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ പറഞ്ഞപ്പോ എനിക്ക് പറയാൻ കഴിയുന്നില്ല എന്ന്. വേറെ ചില ആളുകൾ പറഞ്ഞു, അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ പറഞ്ഞപ്പോ അവൻ ചെസ് കളിയുടെ ആളായിരുന്നു, ഷത്റഞ്ച്, ചതുരംഗം കളിക്കാൻ പാടില്ല, അതിന്റെ ആളായിരുന്നു. പാടില്ലാത്ത കളിയാണ്. അതിലെ ഓരോ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുക, ഓരോ കരുക്കൾ, അതിലെ എന്താണെങ്കിലും പറയാ, കുതിരയും ആനയൊക്കെ, അതങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോൾ പറയുന്ന വാക്കുകൾ, അതാണ് ഇവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറഞ്ഞപ്പോൾ പറയുന്നത്. കാരണം അവന്റെ ജീവിതം അതായിരുന്നു. ഒരാൾ കച്ചവടക്കാരനായിരുന്നു, അവനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഇത് ഹാദാ റഖീസ്, ഇത് നല്ല ചീപ്പ് റേറ്റ് ആണ്, ഇത് നല്ല മുന്തിയ ഐറ്റമാണ്. കാരണം അവന്റെ ജീവിതം അതിലായിരുന്നു. അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് അവനെ ദിക്ർ ചെയ്യാൻ അവന്റെ നാവിന് സാധിച്ചിട്ടില്ല, ഉണങ്ങിപ്പോയ നാവായിരുന്നു. അവന്റെ ശരീരം അള്ളാഹുവിനുള്ള അനുസരണം ചെയ്യാൻ, അള്ളാഹുവിനനുസരിച്ച് ജീവിക്കാൻ, താഅത്തുകൾ ചെയ്യാൻ സാധിക്കാത്ത മുടങ്ങിപ്പോയ അവയവങ്ങളായിരുന്നു. അതുകൊണ്ട് അവൻ അത് പറഞ്ഞു. വേറെ ചിലരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇതെങ്ങനെ എനിക്ക് ഉപകാരപ്പെടാനാണ്? എനിക്കിത് ഉപകാരപ്പെടുകയില്ല, കാരണം എൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു. ഞാനൊരു ധിക്കാരവും പാപവും ഒഴിവാക്കാതെ ചെയ്തവനായിരുന്നു എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു. ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, ഇങ്ങനെ കുറെ അനുഭവങ്ങൾ അദ്ദേഹം ഉദ്ധരിച്ചു. നോക്കി, യഥാർത്ഥത്തിൽ ആ സമയത്ത് അവന് പറഞ്ഞാൽ ഉപകാരപ്പെടുമായിരുന്നു. പക്ഷെ എന്താ, അവനതാണ് പറയുന്നത്, ഞാൻ പാപിയായിരുന്നു, ഈ സമയത്ത് ഞാനിത് പറഞ്ഞിട്ട് എന്ത് കാര്യം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞില്ല, കഴിയില്ല, മരണപ്പെട്ടു. ഇങ്ങനെ ഒരുപാട് ആളുകൾ. ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, ഇതൊക്കെ നമുക്ക് കിട്ടിയ വിവരങ്ങളാണ്. കിട്ടാത്ത ഒരുപാട് അനുഭവങ്ങൾ ഇതിനേക്കാളും എത്രയോ ഗൗരവമുള്ള സംഗതികളാണ്. അതുകൊണ്ട് എന്താണ് അതിന്റെ കാരണം? കാരണം മനുഷ്യന്റെ ബുദ്ധിയും അവന്റെ കൽബും ശരീരവും ഒക്കെ ശക്തമായിരുന്ന, കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചെടുക്കാൻ നല്ല പ്രാപ്തി ഉണ്ടായിരുന്ന കാലത്ത്, അവന്റെ കൽബും ബുദ്ധിയും ഒക്കെ നല്ല പൂർണ്ണമായ അവസ്ഥയിലുണ്ടായിരുന്ന കാലത്ത് ശൈത്താൻ അവനെ കീഴ്പ്പെടുത്തിയിരുന്നു. അവൻ അള്ളാഹുവിനെ ധിക്കരിച്ചിരുന്നു. അവന്റെ കൽബ് അള്ളാഹുവിന്റെ ധിക്റിൽ നിന്ന് ദൂരെയായിരുന്നു. അവന്റെ ശരീരം അള്ളാഹുവിനുള്ള അനുസരിച്ച് അവന്റെ ഇബാദത്തുകളിൽ നിന്ന് അകലെയായിരുന്നു. പിന്നെങ്ങനെയാണ് അവന്റെ കൽബ് ദുർബലമായ സമയം? മരണസമയം. കാരണം മരണവേദന അവനെ തളർത്തിയിട്ടുണ്ട്. അതിന്റെ ശുഗലിലാണ് അവൻ. വേദന, അവസാന കാലത്തുള്ള വേദന, ദൗർബല്യം, അവന്റെ ശരീരം ദുർബലമാണ്, കൽബ് ദുർബലമാണ്.
ആ സമയത്ത് ശൈത്താനാകട്ടെ അവന്റെ സകല ശക്തിയും സംഭരിച്ചിട്ടാണ് ആ സമയത്ത് വരുന്നത്. കാരണം അവന്റെ അവസാനത്തെ ചാൻസാണ്, ഇനി ഇവനെ കിട്ടൂല. എല്ലാ ശക്തിയും സംഭരിച്ചിട്ട് ശൈത്താൻ വരുന്നു. ഇവനാകട്ടെ ദുർബലനുമാണ്. എങ്ങനെയാണ് അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെ ജീവിച്ചവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ സാധിക്കുക? എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറഞ്ഞു റഹിമഹുല്ലാഹ്, ഹുനാലിക്, അവിടെയാണ് യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽഖൗലി الثابت في الحياة الدنيا وفي الآخرة ويضل الله الظالمين ويفعل الله ما يشاء. അല്ലാഹു പറഞ്ഞതുപോലെ അവിടെയാണ് അല്ലാഹു ഉറപ്പിച്ചു നിർത്തുക മുഅ്മിനുകളെ. ബിൽഖൗലി الثابت, ഉറച്ച വാക്കുകൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട്, ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, ഈ ലോകത്തും പരലോകത്തും. വയുദില്ലു അല്ലാഹു الظالمين, അക്രമികളെ അല്ലാഹു തെറ്റിച്ചു കളയും, പറയാൻ കഴിയില്ല. വയഫഅലു അല്ലാഹു മാ യശാ, അല്ലാഹു അവൻ ഉദ്ദേശിച്ചത് പ്രവർത്തിക്കും. അതുകൊണ്ടാണ് തഖ്വയുള്ള ആളുകൾ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ അവരെ ആകെ ബേജാറാക്കി കളയുന്ന, അവരുടെ കൽബ് തകർത്ത് കളയുന്ന കാര്യമാണ് അന്ത്യത്തെക്കുറിച്ചുള്ള ചിന്ത. അവസാനം എന്റേത് എന്തായിരിക്കും എന്ന ചിന്ത. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, ഫകൈഫ യുവഫഖു ബിഹുസ്നിൽ ഖാതിമ, നല്ല അന്ത്യം കൊണ്ട് എങ്ങനെ തൗഫീഖ് കിട്ടാനാണ്? ആർക്ക്? മൻ അഗ്ഫലല്ലാഹു സുബ്ഹാനഹു ഖൽബഹു അൻ ദിക്രിഹി, തന്റെ ദിക്റിൽ നിന്ന് അല്ലാഹു കൽബ് അശ്രദ്ധനാക്കി കളഞ്ഞവന്. വത്തബഅ ഹവാഹ്, സ്വന്തം ഹവയെ പിൻപറ്റിയവന്. വകാന അംറുഹു ഫുറുത, അവന്റെ കാര്യം അവൻ അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന് അകന്നവനായിരുന്നു. അങ്ങനെയുള്ളവന് ഫബഈദുൻ, വിദൂരമാണ്. നല്ല അന്ത്യം വിദൂരമാണ്. ആർക്ക്? മൻ ഖൽബുഹു ബഈദുൻ മിനല്ലാഹി തആല, ആരുടെ കൽബാണോ അല്ലാഹുവിൽ നിന്ന് അകലെയായത്. ഗാഫിലുൻ അൻ, അവന്റെ കൽബ് അല്ലാഹുവിനെ കുറിച്ച് അശ്രദ്ധനായിരുന്നു. മുതഅബ്ബിദുൻ ലിഹവാഹ്, സ്വന്തം ഹവയുടെ തോന്നിവാസത്തിന്റെ അതിന്റെ അടിമയായിരുന്നു അവൻ. അസീറുൻ ലിശഹവാതിഹി, സ്വന്തം ആഗ്രഹങ്ങളുടെ, മോശമായ ആഗ്രഹങ്ങളുടെ തടവുകാരനായിരുന്നു അവൻ തടവുകാരൻ, സ്വതന്ത്രനല്ല, തോന്നിവാസി. വ്യഭിചാരത്തിന്റെയും വൃത്തികേടുകളുടെയും അവൻ വിചാരിക്കും ഞാൻ സ്വതന്ത്രനാണ്. യഥാർത്ഥത്തിൽ അവൻ അസീറാണ്, തടവുകാരനാണ്. എന്തിന്റെ തടവുകാരൻ? അവന്റെ മോശമായ ആഗ്രഹങ്ങളുടെ തടവുകാരൻ. വലിസാനുഹു, അവന്റെ നാവായിരുന്നു യാബിസു മിൻ ദിക്രിഹി, അല്ലാഹുവിന്റെ ദിക്റില്ലാതെ ഉണങ്ങിപ്പോയതായിരുന്നു. വജവാരിഹുഹു മുഅത്തലതു മിൻ തഅതിഹി, അല്ലാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്ന് അവന്റെ അവയവങ്ങൾ മുടങ്ങിപ്പോയതായിരുന്നു. മുസ്തഖലത്തുൻ ബിമഅസിയതിഹി, അല്ലാഹുവിനെ ധിക്കരിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ മുഴുകിപ്പോയിരുന്നു അവൻ. ഇങ്ങനെയുള്ളവന് എങ്ങനെ നടക്കാനാണ്? അയ്യുവഫഖ ലിൽ ഖാതിമത്തിൽ ഹുസ്ന, നല്ല അന്ത്യം എങ്ങനെ കിട്ടാനാണ്? വലഖദ് ഖതഅ ഖൗഫുൽ ഖാതിമത്തി ദുഹൂറൽ മുത്തഖീൻ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച മുത്തഖീങ്ങളുടെ മുതുക് മുറിച്ചു കളഞ്ഞിരുന്നു അന്ത്യത്തെക്കുറിച്ചുള്ള ഭയം എന്ന് പറഞ്ഞാൽ അവരാകെ അതിനെക്കുറിച്ച് പേടിച്ചിരുന്നു. വകഅന്നൽ മുസീഈന അൽളാലിമീൻ, ഏതുപോലെയാണ് ളാലിമുകളായ അക്രമികളായ തെറ്റുകളുടെ ആളുകൾ ഖദ് അഖദു തൗഖീഅൻ ബിൽ അമാൻ, അവർക്കൊന്നും സംഭവിക്കുകയില്ല, നിർഭയത്വം ഉണ്ടാകും പരലോകത്ത് എന്നത് ഒരു തൗഖീഅ, അല്ലാഹ് റബ്ബിൽ നിന്ന് ഒപ്പിട്ട് അവർക്ക് കിട്ടിയതുപോലെയാണ് അവരുടെ ജീവിതം. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം നമ്മളിപ്പോൾ ഓതിയ ആയത്തുകൾ ഉദ്ധരിച്ചു. അംലക്കും ഐമാനു അലൈനാ ബാലിഗത്തുൻ ഇലാ യൗമിൽ ഖിയാമത്തി ഇന്ന ലക്കും ലമാ തഹ്കുമൂൻ സൽഹും അയ്യുഹും ബിദാലിക സഈം. അവർക്ക് ഖിയാമത്ത് നാൾ വരെ അവധിയുള്ള നമ്മിലേക്ക് എത്തുന്ന, അഥവാ നാം നൽകിയിട്ടുള്ള കരാർ വല്ലതുമുണ്ടോ? അവരുദ്ദേശിക്കുന്നവർക്ക് പരലോകത്ത് കിട്ടുമെന്ന്, അവർ വിധിക്കുന്നത് കിട്ടുമെന്ന്. സൽഹും, അവരോട് ചോദിക്കും, അയ്യുഹും ബിദാലിക സഈം, ആരാണ് അങ്ങനെ ഉറപ്പ് നൽകാൻ? എന്നിട്ട് ഇബ്നുൽ ഖയ്യിം വളരെ മനോഹരമായ ഒരു കവിത ഉദ്ധരിച്ചു. അദ്ദേഹം പറഞ്ഞു, യാ ആമിനൻ മിൻ ഖബീഹിൽ ഫിഅലി മിൻഹു അഹൽ അതാക തൗഖീഉ അംനിൻ അൻത തംലികുഹു. ഓ, തെറ്റുകൾ ചെയ്യുകയും വൃത്തികെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുകയും എന്നിട്ട് അതിൽ നിർഭയനായിരിക്കുകയും ചെയ്യുന്നവനെ, ഒരു പേടിയില്ല, ധൈര്യമായി അവൻ വൃത്തികേടുകളിൽ നടക്കുകയാണ്. അഹൽ അതാക തൗഖീഉ അംനിൻ, നിർഭയത്വത്തിന്റെ, നിനക്ക് പേടിക്കാനൊന്നുമില്ല, പരലോകത്ത് നീ ഇഷ്ടപ്പെടുന്നത് കിട്ടും എന്ന വല്ല തൗഖീഉം, വല്ല കരാറും ഒപ്പിട്ട് നിനക്ക് കിട്ടിയിട്ടുണ്ടോ? അൻത തംലികുഹു, അതുണ്ടോ നിന്റെ കയ്യിൽ? ജമഅത ശൈഅൈനി, നീ രണ്ട് കാര്യം ഒരുമിച്ച് ചെയ്തിരിക്കുന്നു. അംനൻ വത്തിബഅ ഹവൻ, ഒന്ന് പേടിയില്ലായ്മ, പിന്നെയോ തോന്നിവാസം, ഹവയെ ദഹേച്ഛയെ പിൻപറ്റുക. ഹാദാ, ഇത് രണ്ടും അല്ല, വഇഹ്ദാഹുമ, ഇതിലേതെങ്കിലും ഒന്നുണ്ടായാൽ തന്നെ ഫിൽ മർഇ തുഹ്ലികുഹു, മനുഷ്യനെ നശിപ്പിച്ചു കളയും. ഏതെങ്കിലും ഒന്ന് തന്നെ മതി, എനിക്ക് തോന്നിവാസം, അല്ലെങ്കിൽ റബ്ബിന്റെ അദാബിനെ കുറിച്ച്, ശിക്ഷയെക്കുറിച്ച് പേടിയില്ലാതിരിക്കുക. ഒന്നുണ്ടായാൽ തന്നെ അവൻ നശിച്ചു. രണ്ടും കൂടി ഉണ്ടായാലോ?
വൽ മുഹ്സിനൂന, നീ അറിയുമോ മുഹ്സിനുകൾ, നന്മയുടെ ആളുകൾ, അലാ ദർബിൽ മഖാവിഫി ഖദ് സാറു, ഭയത്തിന്റെ മാർഗത്തിലൂടെയാണ് അവർ സഞ്ചരിക്കുന്നത്. വദാലിക ദർബുൻ ലസ്ത തസ്ലുകുഹു, നീ സഞ്ചരിക്കാത്ത മാർഗമാണ്. കാരണം അവർ ഇഹ്സാൻ, നന്മ ചെയ്തുകൊണ്ടിരിക്കെ പേടിയിലാണ്. നീ ആകട്ടെ തിന്മ ചെയ്തുകൊണ്ടിരിക്കെ പേടിയില്ലാതിരിക്കാൻ. ഫറത്ത ഫിസ്സറഇ വഖ്തൽ ബദ്രി മിൻ സഫഹിൻ, ആളുകളെല്ലാം കൃഷി ചെയ്യുന്ന വിളവിറക്കുന്ന കാലത്ത് നീ അത് പാഴാക്കി കളഞ്ഞു. മിൻ സഫഹിൻ, വിഡ്ഢിത്തം ചെയ്തുകൊണ്ട്. ആ സമയത്ത് നീ വിഡ്ഢിത്തം ചെയ്തു. നീ എന്ത് ചെയ്തില്ല? നീ വിത്ത് ഇടേണ്ട സമയത്ത്, കൃഷിയിൽ വിത്തിറക്കേണ്ട സമയത്ത് നീ ഇറക്കിയില്ല. ഫകൈഫ ഇൻദ ഹസാദിൻ നാസി തുദ്രികുഹു, പിന്നെ എങ്ങനെയാണ് ജനങ്ങളൊക്കെ അതിന്റെ കനി, അതിൽ നിന്ന് കിട്ടുന്ന ഫലം വിളവെടുക്കുന്ന കാലത്ത്, അഥവാ പരലോകത്ത് നിനക്കെങ്ങനെ കിട്ടാനാണ്? നടുന്ന കാലത്ത് നീ നട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ വിളവെടുപ്പിന്റെ കാലത്ത് നിനക്ക് കിട്ടാനാണ്? ഹാദാ വഅജബു ശൈഇൻ മിൻക, അല്ല നിന്നിൽ നിന്ന് വളരെ അത്ഭുതമുള്ള കാര്യം, സുഹ്ദുക ഫീ ദാരിൽ ബഖാ, നിനക്ക് ദാറുൽ ബഖാ എന്നെന്നും നിൽക്കാനുള്ള സ്വർഗത്തെക്കുറിച്ച് നീ സുഹൃദിലാണ്. നിനക്ക് വിലയില്ല. പരലോകത്തെക്കുറിച്ച്, എന്നെന്നും ജീവിക്കുന്ന കാലത്തെക്കുറിച്ച് നീ വിലയില്ലാത്തവനാണ്. ബിഐശിൻ, ഏത് ജീവിതം കൊണ്ടാണ് നിനക്ക് ആ ജീവിതത്തിൽ വിലയില്ലാത്തത്? ഒരു ജീവിതം, അതാകട്ടെ സൗഫ തത്റുകുഹു, നീ ഉപേക്ഷിക്കുന്ന ജീവിതമാണ്. മനിസ്സഫീഹു ഇദം ബില്ലാഹ് അൻത അമിൽ മഗ്ബൂനു ഫിൽ ബൈഇ ഗബനൻ സൗഫ യുദ്രികുഹു, നീ പറ മനിസ്സഫീഹ്, ആരാണ് വിഡ്ഢി? ഇദൻ ബില്ലാ, എങ്കിൽ നീ പറയൂ ആരാണ് വിഡ്ഢി? ബില്ലാഹ്, അള്ളാഹുവിന്റെ പേരിൽ ഞാൻ നിന്നോട് ചോദിക്കട്ടെ, അൻത, നീയാണോ? അമിൽ മഗ്ബൂനു ഫിൽ ബൈഇ, കച്ചവടത്തിൽ, ദുനിയാവിൽ ഒരു കച്ചവടത്തിൽ ഒരു നഷ്ടം പറ്റി. ഗബനൻ സൗഫ യുദ്രികുഹു, ഒരു വഞ്ചനയിൽ പെട്ടുപോയി. ദുനിയാവിന്റെ കച്ചവടത്തിൽ ഒരുവൻ വഞ്ചിക്കപ്പെട്ടു. അതാകട്ടെ സൗഫ യുദ്രികുഹു, കുറച്ച് കഴിഞ്ഞാൽ അവന് ചിലപ്പോ അത് കവർ ചെയ്യാൻ പറ്റിയേക്കും, ആ നഷ്ടം നികത്താൻ സാധിച്ചേക്കും. അങ്ങനെ പെട്ടവനാണോ സഫീഹ്? അതല്ല, നീയാണ്. അപ്പൊ നോക്കൂ സഹോദരങ്ങൾ, ഒരുപാട് നമുക്ക് ചിന്തിക്കാനുള്ള ആയത്തുകളാണ് നമ്മളിപ്പോ ഈ പഠിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യൗമ യുക്ശഫു അൻ സാഖിൻ വയുദഊന ഇല സുജൂദി ഫലാ യസ്തതിഊൻ ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ലഹ വഖദ് കാനൂ യുദഊന ഇല സുജൂദി വഹും സാലിമൂൻ وقد كانوا يدعون إلى السجود وهم سالمون فذرني ومن يكذب بهذا الحديث سنستدرجهم من حيث لا يعلمون وأملي لهم إن كيدي متين أم تسألهم أجرا فهم من مغرم مثقلون أم عندهم الغيب فهم يكتبون يوم يكشف عن ساق يوم يكشف എന്നാൽ കശഫ, വെളിവാക്കുക. യുക്ഷഫു, വെളിവാക്കപ്പെടുന്ന യൗമ, ആ ദിവസം. യൗമ യുക്ഷഫു അൻ സാഖിൻ, സാഖ് വെളിവാക്കപ്പെടുന്ന. സാഖ് എന്നാൽ കണങ്കാൽ എന്നാണ് അതിന്റെ അർത്ഥം. കണങ്കാൽ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സാഖ് എന്നാൽ മുട്ടുമുതൽ, കാൽമുട്ടുമുതൽ താഴെ കാൽപാദം വരെയുള്ള സ്ഥലം, അതാണ് സാഖ്. ഇവിടെ ഉദ്ദേശം അള്ളാഹുവിന്റെ സാഖാണ്. അള്ളാഹുവിന്റെ സാഖ് എന്നാൽ അവന്റെ ദാത്തിയായ സിഫത്താണ്, അവനിലുള്ള അവന്റെ വിശേഷണമാണ്. അത് നമ്മൾ അത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ബിലാ തഹരീഫിൻ വല തഖീഫിൻ വല തംസീലിൻ വല തശ്ബീഹിൻ, ഒരു പടപ്പിനോടും സാദൃശ്യപ്പെടുത്താതെ അള്ളാഹുവിന്റെ ജലാലത്തിനും അളമത്തിനും യോജിച്ച നിലക്ക് നമ്മൾ അതിൽ വിശ്വസിക്കുന്നു. അള്ളാഹുവിനെ നമ്മൾ കണ്ടിട്ടില്ല, അവനെങ്ങനെയെന്ന് നമുക്കറിയില്ല, അതുപോലെ അവന്റെ സിഫത്തുകളും എങ്ങനെയെന്ന് നമുക്കറിയില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതുപോലെ നമ്മൾ വിശ്വസിക്കുന്നു. സാഖ് വെളിപ്പെടുന്ന നാളിൽ വയുദഊന ഇല സുജൂദ്, അവർ സുജൂദിന് വിളിക്കപ്പെടും. അഥവാ അള്ളാഹുവിന്റെ സാഖിന് മുന്നിൽ സുജൂദ് ചെയ്യാൻ അവർ വിളിക്കപ്പെടും. ഫലാ യസ്തതിഊൻ, അവർക്ക് സാധിക്കുകയില്ല. ഖാശിഅതൻ അബ്സാറുഹും, അവരുടെ കണ്ണുകൾ ഖാശിഅ, പേടിച്ചതായിരിക്കും. തർഹഖുഹും ദില്ല, തർഹഖുഹും, അവരെ തളർത്തിക്കളയും, അവരെ മൂടിക്കളയും. ദില്ലത്തുൻ, അപമാനം. വഖദ് കാനൂ, കാരണം അവരായിരുന്നു. യുദഊന ഇല സുജൂദ്, സുജൂദിന് വിളിക്കപ്പെട്ടവരായിരുന്നു. വഹും സാലിമൂൻ, അവർക്കൊരു പ്രശ്നമില്ലാത്ത കാലത്ത്, ആരോഗ്യമുള്ള കാലത്ത്, ദുനിയാവിൽ. ആ സമയത്ത് റബ്ബിന് സുജൂദ് ചെയ്യാൻ അവർ വന്നില്ല. ശരീരം കൊണ്ട് ഏറ്റവും അങ്ങേയറ്റത്തെ താഴ്മ പ്രകടിപ്പിക്കലാണ് സുജൂദ്. ആ പേരിലാണ്
നിസ്കാരത്തിനുള്ള സ്ഥലങ്ങൾ അറിയപ്പെടുന്നത് മസ്ജിദ്. സുജൂദിന്റെ സ്ഥലം എന്താണ്? മഖാം എന്നോ മർക്കാ എന്നോ മജ്ലിസ് എന്നോ അല്ല. നിസ്കാരത്തിൽ അതൊക്കെ ഉണ്ടല്ലോ. ഖിയാമുണ്ട്. അപ്പോൾ ഖിയാമിന്റെ സ്ഥലം എന്നർത്ഥത്തിൽ മഖാം എന്നോ മൗഖിഫ് എന്നോ ഒന്നല്ല. റുക്കൂ ഉണ്ട്, അപ്പോൾ മർക്കാ റുക്കൂവിന്റെ സ്ഥലം. ജുലൂസിന്റെ നിസ്കാരത്തിൽ ഇരുത്തം, മജ്ലിസ് എന്നല്ല, മറിച്ച് സുജൂദിന്റെ സ്ഥലം എന്നാണ് നിസ്കാരം നിർവഹിക്കുന്ന നമ്മുടെ ഇബാദത്തിന്റെ സ്ഥലത്തിന്റെ പേര് മസ്ജിദ്, സുജൂദിന്റെ സ്ഥലം എന്നാണ്. കാരണം നിസ്കാരത്തിൽ വളരെ അള്ളാഹുമായി ഏറ്റവും അടുക്കുന്നത് സുജൂദിലായിരിക്കുമ്പോൾ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. അത്രയും അവയവങ്ങൾ ഭൂമിയിൽ തട്ടുന്നില്ല നിസ്കാരത്തിലെ വേറൊരവസ്ഥയിലും. നിസ്കാരത്തിന് 4 അവസ്ഥയാണുള്ളത്. ഒന്ന് അൽ ഖിയാം, ഒന്ന് അർ റുക്കൂ, 2 റുക്കൂ, 3 അൽ ജുലൂസ്, 4 സുജൂദ്. ഈ 4 അല്ലാതെ വേറെ അവസ്ഥ നിസ്കാരത്തിലില്ല. നൃത്തം, റുക്കൂ, ഇരുത്തം, സുജൂദ്. ഇത് പല സന്ദർഭങ്ങളിൽ വേറെ വേറെ നിലക്കാകും എന്നല്ലാതെ ഈ 4 അല്ലാതെ വേറൊരു രൂപം നിസ്കാരത്തിലില്ല. അപ്പൊ ഇതിൽ സുജൂദിനെയാണ്, അതിലാണ് അള്ളാഹുമായി ഏറ്റവും അടുത്തിരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇബ്നു കസീർ പറഞ്ഞു, ലമ്മാ ദക്കറ തആല അന്ന ലിൽമുത്തഖീന ഇൻദഹു ജന്നാത്തിൻ നഈം, മുത്തഖീങ്ങൾക്ക് പരലോകത്ത് സ്വർഗ്ഗമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ബയ്യന, അള്ളാഹു വിവരിച്ചു, മതാ ദാലിക കായിൻ വവാഖിഅ, എപ്പോഴാണ് നടക്കുകയെന്ന്. എപ്പോഴാണത് നടക്കുക? യൗമ, ആ ദിവസം. ഏതാണ് ദിവസം? യുക്ഷഫു അൻ സാഖിൻ, സാഖ് വെളിപ്പെടുന്ന ദിവസം. വയുദഊന ഇലാ സുജൂദ്, സുജൂദിന് അവർ വിളിക്കപ്പെടും. ഫലാ യസ്തതിഊൻ, അപ്പോൾ അവർക്കത് സാധിക്കുകയില്ല. അതെന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാം ബുഖാരി മുസ്ലിമും റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമിഅ്തു നബിയ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം യഖൂൽ യക്ഷിഫു റബ്ബുനാ അൻ സാഖിഹി, അല്ലാഹു അവന്റെ സാഖ് വെളിപ്പെടുത്തും. നമ്മുടെ റബ്ബായ അല്ലാഹു അവന്റെ സാഖ്, അവന്റെ കണങ്കാൽ വെളിപ്പെടുത്തും. ഫയസ്ജുദു ലഹു കുല്ലു മുഅ്മിനിൻ വമുഅ്മിന, മുഅ്മിനായ ഏത് പുരുഷനും പെണ്ണും അന്ന് അവന് മുന്നിൽ സുജൂദ് ചെയ്യും. വയബ്ഖാ മൻ കാന യസ്ജുദു ഫിദ്ദുനിയാ റിയാഅ വസുംഅ, എന്നാൽ ആളുകൾ കാണാനും കേൾക്കാൻ വേണ്ടി, അല്ലാഹുവിന് വേണ്ടിയല്ല സുജൂദ് ചെയ്തവർ ബാക്കിയാകും. ഫയദ്ഹബു ലിയസ്ജുദ്, അവൻ സുജൂദ് ചെയ്യാൻ വേണ്ടി ചെന്നാൽ ഫയഊദു ളഹ്റുഹു തബഖ വാഹിദ, അവന്റെ നടു ഒറ്റ ഒന്നായി മാറും, മടക്കാൻ പറ്റാത്ത രൂപത്തിൽ. നോക്ക്, ഇത് മുനാഫിഖിന് സംഭവിക്കുന്നതാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നടു ഒന്നായി മാറും. ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല, അവരുടെ കണ്ണുകൾ പേടിച്ചരണ്ടിരിക്കും, അവരെ നിന്യത മൂടിയിരിക്കും. ഐ ഫിദ്ദാരിൽ ആഖിറതി ബിഇജ്റാമിഹിം വതകബ്ബുരിഹിം ഫിദ്ദുനിയ, ദുനിയാവിലെ കിബ്ർ കാരണത്താലാണത്. ദുനിയാവിൽ സുജൂദ് ചെയ്തിരുന്നില്ല, അതുകൊണ്ട് പരലോകത്ത് അവർ സുജൂദ് ചെയ്യാൻ ആഗ്രഹിച്ചാൽ എന്താണ് സംഭവിക്കുക? ലാ യസ്തതിഉ അഹദുൻ മിനൽ കാഫിരീന വലൽ മുനാഫിഖീന അൻ യസ്ജുദ്, കാഫിറിനോ മുനാഫിഖിനോ സാധിക്കുകയില്ല. മറിച്ച് മുനാഫിഖ് അതിന് ശ്രമിച്ചാൽ ബാക്കിയുള്ളവരൊക്കെ അവരെ ഇബാദത്ത് ചെയ്തിരുന്ന ഇലാഹുകളുടെ കൂടെ നരകത്തിൽ പോയി വീഴുമെന്ന്. മുഅ്മിനുകളും മുനാഫിഖുകളും ബാക്കിയാവും മഹ്ശറിൽ. മുഅ്മിനുകൾ സുജൂദ് ചെയ്യും, മുനാഫിഖുകളാകട്ടെ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചാൽ ബൽ യഊദു ളഹ്റു അഹദിഹിം തബഖ വാഹിദ, ഹദീസിൽ വന്നിട്ടുള്ളതാണ്. ഇബ്നു കസീർ പറയുന്ന അവരുടെ നടു ഒറ്റ ഒരു തബഖായി മാറും. കുല്ലമാ അറാദ അഹദുഹും അൻ യസ്ജുദ് ഖറ ലിഖഫാഹ്, സുജൂദ് ചെയ്യാൻ അവൻ ശ്രമിച്ചാൽ എന്താണ് സംഭവിക്കുക? പിന്നിലേക്ക് മറിഞ്ഞ് വീണുപോകും. ആക്സസ് സുജൂദ്, സുജൂദിന് എതിരായി. കമാ കാനു ഫിദ്ദുനിയ ബിഖിലാഫി മാ അലൈഹിൽ മുഅ്മിനൂൻ, ദുനിയാവിൽ മുഅ്മിനുകൾക്കെതിരായി പ്രവർത്തിച്ചല്ലോ കിബ്റുണ്ട്, റബ്ബിന് സുജൂദ് ചെയ്യാതെ. അതുകൊണ്ട് പരലോകത്ത് അങ്ങനെയാകുമെന്നാണ്. നഊദു ബില്ലാഹ്. അല്ലാഹു പറയുന്നു, ഫദർനി വമൻ യുകദ്ദിബു ബിഹാദൽ ഹദീസ് സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ വഉംലി ലഹും ഇന്ന കൈദി മതീൻ. ഫദർനി വമൻ, അല്ലാഹു പറഞ്ഞു ഫദർനി, എന്നെ വിട്ടേക്കൂ, വമൻ, എന്നെയും ഒരുവനെയും. ആരാണ് അവൻ? യുകദ്ദിബു, നിഷേധിക്കുന്നവൻ, ബിഹാദൽ ഹദീസ്, ഈ വർത്തമാനം അഥവാ ഈ ഖുർആൻ, ഇതിനെ നിഷേധിക്കുന്നവനെയും എന്നെയും വിട്ടേക്കൂ എന്ന് പറഞ്ഞാൽ വഹാദ തഹ്ദീദുൻ ഷദീദ്, വളരെ കടുത്ത ഒരു താക്കീതാണിത്. ഇദഅനി വഇയ്യാഹു മിന്നി വമിൻ, അവനെയും എന്നെയും വിട്ടേക്കൂ. അന അലമു ബിഹി കൈഫ അസ്തദ്രിജുഹു, അവനെ എങ്ങനെ ഇസ്തിദ്റാജ് ചെയ്യണമെന്ന് എനിക്കറിയാം.
എന്താണ് ഇസ്തിദ്റാജ്? അതാണ് അടുത്ത ആയത്തിൽ അടുത്ത വാക്യതാണ്, സനസ്തദ്രിജുഹും, ഞാൻ അവനെ ഇസ്തിദ്റാജ് ചെയ്യും, മിൻ ഹൈഥു ലാ യഅലമൂൻ, അവൻ അറിയാത്ത നിലയ്ക്ക്. ഇസ്തിദ്റാജ് എന്നാൽ പടിപടിയായി ഇങ്ങനെ കൊണ്ടുപോവുക. അവന്റെ നിഅമത്തുകൾ, അവനുള്ള സുഖങ്ങളൊക്കെ വർദ്ധിപ്പിച്ചു കൊടുക്കും. അവൻ വിചാരിക്കും എന്നെ അള്ളാഹു എന്നെ ഇഷ്ടമുള്ളത് കൊണ്ട് കറാമത്തായി കൊണ്ട് കിട്ടിയതാണ് എന്ന്. വഹുവ ഫീ നഫ്സിൽ അംരി ഇഹാന, യഥാർത്ഥത്തിൽ അത് കറാമത്തല്ല, ഇഹാനത്താണ്, അപമാനമാണ്. ഏതുപോലെ അള്ളാഹു പറഞ്ഞു സൂറത്തുൽ മുഅ്മിനൂനിൽ, അയഹ്സബൂന, അവർ വിചാരിച്ചിരിക്കുകയാണോ, അന്നമാ നുമിദ്ദുഹും ബിഹി മിൻ മാലിൻ വബനീൻ, സമ്പത്തും സന്താനങ്ങളും കൊണ്ട് നാം അവരെ സഹായിക്കുന്നത്, നുസാരിഉ ലഹും ഫിൽ ഖൈറാത്ത്, അവർക്ക് നാം ഖൈറാത്തുകൾ വേഗം കൊടുക്കുന്നതാണെന്ന്, ബൽ ലാ യശ്ഉറൂൻ, അല്ല അവർക്ക് അറിയില്ല. അതുപോലെ സൂറത്തുൽ അൻആമിൽ പറഞ്ഞു, ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി, അവർ താക്കീത് ചെയ്യപ്പെട്ട കാര്യം, ഓർമ്മിക്കപ്പെട്ട കാര്യം മറന്നു കളഞ്ഞപ്പോൾ, ദീൻ മറന്നപ്പോൾ, ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈഇൻ, ആദ്യം വരെ അള്ളാഹു പരീക്ഷിച്ചിരുന്നു, പക്ഷെ പിന്നീട് അവർക്ക് ഖൈറുകൾ കൊടുക്കും, എല്ലാ നല്ലതിന്റെയും വാതിലുകൾ തുറന്നു കൊടുക്കും. ഹത്താ ഇദാ ഫരിഹൂ ബിമാ ഊതു, അങ്ങനെ അവർക്ക് ഇങ്ങനെ സന്തോഷത്തിൽ ആഹ്ലാദത്തിൽ കഴിയുമ്പോൾ, അഖദ്നാഹും ബഗ്ത, പെട്ടെന്ന് അവരെ പിടിക്കും. ഫൈദാ ഹും മുബ്ലിസൂൻ, അപ്പോൾ അവരതാ ബേജാറാകുന്നു. വഉംലി ലഹും, അല്ലാഹു പറയുന്നു വഉംലി ലഹും, ഞാൻ അവന് സമയം നീട്ടിക്കൊടുക്കും. ഇന്ന കൈദി മതീൻ, എന്റെ കെയ്ദ്, എന്റെ തന്ത്രം മതീൻ, വളരെ ശക്തമായതാണ്. ഇവിടെ കൈദ് എന്നാൽ എന്താണ്? അള്ളാഹു അവനെ ഖൈർ കൊടുക്കുകയാണ്. അപ്പം വിചാരിക്കും ഞാൻ നല്ല അവസ്ഥയിലാണ്, അള്ളാഹു എനിക്ക് നല്ലതേ തരുള്ളൂ. അവൻ അള്ളാഹിനെ ധിക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് പെട്ടെന്ന് പിടിക്കുക. അതാണ് അള്ളാഹുവിന്റെ കെയ്ദ്, അത് വളരെ ശക്തിയുള്ളതാണ്. വഖിറുഹും വഉൻദുറുഹും വഉമിദ്ദുഹും, ഇബ്നു കസീർ പറയുന്നവർക്ക് നാം സമയം നീട്ടിക്കൊടുക്കും, അവർക്കിങ്ങനെ ആയുസ് നീട്ടിക്കൊടുക്കും, സമയം കൊടുക്കും. വദാലിക മിൻ കൈദി വമക്രി ബിഹിം, അതെന്റെ കെയ്ദും മക്റുമാണ്, എന്റെ തന്ത്രമാണത്. ഇന്ന കൈദി മതീൻ എന്നാൽ അളീമുൻ ലിമൻ ഖാലഫ അംരി, എന്നോട് എതിർ പ്രവർത്തിച്ചവനോടുള്ള എന്റെ കെയ്ദ്, എന്റെ തന്ത്രം, അത് വളരെ ഗൗരവമുള്ളതാണ്. വകദ്ദബ റുസുലി വജ്തറ അലാ മഅസിയതി, എന്റെ ദൂതന്മാരെ നിഷേധിച്ച, എന്നെ ധിക്കരിച്ച ആളുകളോടുള്ള എന്റെ കെയ്ദ് വളരെ കടുത്തതാണ്. ഇമാം ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ തആല ലയുംലി ലിൽളാലിം, അല്ലാഹു അക്രമിക്ക് സമയം നീട്ടിക്കൊടുക്കും, ഹത്താ ഇദാ അഖദഹു ലം യുഫ്ലിത്, പക്ഷേ പിടിച്ചാൽ പിന്നെ ഒരു സമയവും അല്ലാഹു അവന് കൊടുക്കുകയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി ഖുർആനിലെ ആയത്ത് സൂറത്ത് ഹൂദിലെ, വകദാലിക അഖ്ദു റബ്ബിക ഇദാ അഖദൽ ഖുറാ വഹിയ ളാലിമ ഇൻ അഖ്ദഹു അലീമുൻ ശദീദ്, അങ്ങനെയാണ് അക്രമികളായ നാട്ടുകാരെ അള്ളാഹു പിടിക്കുക, അവന്റെ പിടുത്തം അലീമും ഷദീദുമാണ്, വേദനയേറിയതും കടുത്തതുമാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അം തസ്അലുഹും അജ്റൻ ഫഹും മിൻ മഗ്റമിൻ മുസ്ഖലൂൻ അം ഇൻദഹുമുൽ ഗൈബു ഫഹും യക്തുബൂൻ. അം തസ്അലുഹും, അതല്ല നബിയെ, താങ്കൾ അവരോട് ചോദിക്കുകയാണോ, അജ്റൻ, പ്രതിഫലം വല്ലതും, ഫഹും, അവരാകട്ടെ, മിൻ മഗ്റമിൻ, കടത്തിൽ, മുസ്ഖലൂൻ, കടത്തിന്റെ ഭാരം വഹിക്കുന്നവരുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ദുനിയാവിൽ എന്തെങ്കിലും ചോദിച്ചു ചെന്നു, അവരാകട്ടെ കടത്തിൽ ഇങ്ങനെ മുങ്ങിക്കഴിയുന്നു. അതുകൊണ്ട് അവർ ഉത്തരം ചെയ്യാതിരിക്കുകയാണോ? ദുനിയാവിന്റെ വല്ലതുമാണോ താങ്കൾ അവരോട് ചോദിച്ചത്? അവർ സ്വീകരിക്കാതിരിക്കാൻ, ദുനിയാവിൽ അവർക്ക് ഒരു പ്രയാസവും ഉണ്ടാക്കുന്ന അവരുടെ സമ്പത്തോ ഒന്നുമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, മറിച്ച് ഹക്കിലേക്ക് വരാനാണ് ചോദിച്ചത്. അം ഇൻദഹുമുൽ ഗൈബു, അതല്ല അവരുടെ പക്കൽ ഗൈബുണ്ടോ, ഫഹും യക്തുബൂൻ, അവരത് എഴുതിക്കൊണ്ടിരിക്കുകയാണോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹക്ക് ഇത് സ്വീകരിക്കേണ്ടതില്ല, ഞങ്ങളിങ്ങനെ ജീവിച്ചാൽ മതി, ഇതാണ് പരലോകത്ത് നല്ലത് എന്ന ഗൈബ് അവർക്ക് കിട്ടിയിട്ടുണ്ടോ? അവരത് എഴുതിക്കൊണ്ടിരിക്കുകയാണോ എന്ന് അല്ലാഹു ചോദിച്ചു. ഇബ്നു കസീർ പറഞ്ഞു, അന്നക യാ മുഹമ്മദ് തദ്ഉഹും ഇലല്ലാഹ്, ഓ നബിയെ, താങ്കൾ അവരെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നു, ബിലാ അജ്രിൻ തഅഖുദുഹു മിൻഹും, അവരിൽ നിന്ന് യാതൊരു പ്രതിഫലവും അതിന് ചോദിക്കാതെ വാങ്ങാതെ, ബൽ തർജു സവാബ ദാലിക ഇൻദല്ലാഹ്, മറിച്ച് അതിന്റെ പ്രതിഫലം അല്ലാഹുവിങ്കൽ നിന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്. വഹും യുകദ്ദിബൂന ബിമാ ജിഅതഹും ബിഹ്, അവരാകട്ടെ താങ്കൾ കൊണ്ടുവന്നതിനെ നിഷേധിക്കുന്നു. ബിമുജറദിൽ ജഹ്ലി വൽ കുഫ്രി വൽ ഇനാദ്, ജഹലും കുഫറും, വിവരക്കേടും കുഫറും ഇനാദും, അവരുടെ കിബറും കൊണ്ട് മാത്രം, അവർക്ക് യാതൊരു ഗൈബും അറിയുകയില്ല, ഇൽമുമില്ല, ജഹലിനാണുള്ളത്. പിന്നെ എങ്ങനെ അവർക്ക് ഗൈബ് അറിയുക? അവർ അല്ലാഹുവിൽ നിന്ന് കിട്ടിയ ഗൈബ് എഴുതുന്നവരാണോ? അല്ല,
അവരത് അവർ അള്ളാഹുവിൽ നിന്നുള്ള ഹക്കുമായി വന്ന റസൂലിനെ നിഷേധിച്ചവരാണ്. ഫസ്ബിർ ലിഹുക്മി റബ്ബിക്, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫസ്ബിർ ലിഹുക്മി റബ്ബിക്, ഫസ്ബിർ ഓ നബിയെ യസ്ബിർ ക്ഷമിക്കുക, ലിഹുക്മി റബ്ബിക് നിന്റെ റബ്ബിന്റെ ഹുക്മിന് വേണ്ടി, നിന്റെ റബ്ബിന്റെ തീരുമാനത്തിനായി. വലാ തകുൻ താങ്കളായി പോകരുത് കസാഹിബിൽ ഹൂത്ത്, ഹൂത്തിന്റെ ആളെപ്പോലെ. ഹൂത്തിന്റെ ആളെന്നാൽ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം, മത്സ്യത്തിന്റെ ആളെന്നാണ് അതിന്റെ അർത്ഥം. ഇദ് നാദ അവിടുന്ന് വിളിച്ചപ്പോൾ, ആ നബി വിളിച്ചപ്പോൾ, വഹുവ മക്ദൂം അദ്ദേഹം പ്രയാസത്തിലായിരിക്കെ, ലൗലാ അൻ തദാറകഹു നിഅമതും മിൻ റബ്ബിഹി ലനുബിദ ബിൽ അറാഇ വഹുവ മദ്മൂം ഫജ്തബാഹു റബ്ബുഹു ഫജഅലഹു മിനസ് സാലിഹീൻ. ലൗലാ അൻ തദാറകഹു അദ്ദേഹത്തിന്റെ അടുത്ത് എത്തിയില്ലായിരുന്നുവെങ്കിൽ, നിഅമതും മിൻ റബ്ബിഹി അദ്ദേഹത്തിന്റെ റബ്ബിങ്കിൽ നിന്നുള്ള നിഅമ അനുഗ്രഹം ആ പ്രവാചകനിലേക്ക് എത്തിയില്ലായിരുന്നുവെങ്കിൽ, ലനൂബിദ അദ്ദേഹം തള്ളപ്പെടുമായിരുന്നു, ബിൽ അറാഇ വഹുവ മദ്മൂം അദ്ദേഹം മദ്മൂമായിക്കൊണ്ട്, മദ്മൂം എന്നാൽ ദമ്മിന് അഥവാ ആക്ഷേപത്തിന് അർഹനായിക്കൊണ്ട് അദ്ദേഹം അവിടെ തള്ളപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞാൽ, ഇബ്നു കസീർ പറഞ്ഞു, യാ മുഹമ്മദ് താങ്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഫസ്ബിർ ഓ നബിയെ താങ്കൾ ക്ഷമിക്കുക, അലാ അദാ ഖൗമിക ലക വ തക്ദീബിഹിം താങ്കളുടെ ഖൗം ചെയ്യുന്ന അദാ അഥവാ ദ്രോഹങ്ങളും അവരുടെ നിഷേധവും താങ്കൾ ക്ഷമിക്കുക. ഫഇന്ന അല്ലാഹ സയഹ്കുമു ലക അലൈഹിം അല്ലാഹു താങ്കൾക്ക് അനുകൂലമായും അവർക്കെതിരായും വിധിക്കുന്നതാണ്. വയജഅലുൽ ആഖിബത ലക വലിഅത്ബാഇക ഫിദ്ദുനിയ വൽ ആഖിറ അന്തിമ വിജയം താങ്കൾക്കും താങ്കളെ പിൻപറ്റിയവർക്കും അല്ലാഹു നൽകുന്നതാണ്. അതുകൊണ്ട് വലാ തകുൻ താങ്കളായി പോകരുത് കസാഹിബിൽ ഹൂത്ത്, യാനി ദുന്നൂൻ എന്ന റസൂൽ, അതാണ് യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം. യൂനുസ് ഇബ്നു മറ്റ എന്നാണ് അവിടുത്തെ പേര്, യൂനുസ് ഇബ്നു മറ്റ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നിട്ടുള്ളതാണ്. എന്താണ് അവിടുന്ന് ചെയ്തത്? ദഹവ മുഗാളിബൻ അലാ ഖൗമിഹി ഖൗമിനെ കുറെ വിളിച്ചു, പക്ഷെ അവർ ഉത്തരം ചെയ്യാത്തപ്പോൾ, ഹക്കിലേക്ക് വരാത്തപ്പോൾ ദേഷ്യം വന്ന് ആ നാട്ടിൽ നിന്ന് പുറപ്പെട്ടു, അള്ളാഹുവിന്റെ കൽപ്പന കിട്ടാതെ. അപ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ അവിടുത്തെ ഒരു ശാസന എന്നോണം എന്തു ചെയ്തു? കടലിൽ പുറപ്പെട്ടു. കടലിൽ നിന്ന് അദ്ദേഹം കപ്പലിൽ നിന്ന് വലിച്ചെറിയപ്പെട്ടു. ആ കപ്പൽ മുങ്ങുമെന്നായി എന്നാണ്. അപ്പൊ അതിലുള്ള ഒരാളെ പുറത്തേക്ക് കളയണം. ഈ കപ്പലിൽ ദുശകനമുള്ള ഒരാളുണ്ട്, അങ്ങനെ അയാളെ പുറത്തേക്ക് കളയണം. അത് നറുക്കിട്ടപ്പോൾ ആരുടെ പേരാണ് വന്നത്? യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരാണ് വന്നത്. അങ്ങനെയൊക്കെ ചരിത്രത്തിൽ തഫ്സീറുകൾ കാണാം. അങ്ങനെ കടലിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഒരു മത്സ്യം വന്നു, അവിടുത്തെ വിഴുങ്ങുകയുണ്ടായി. അങ്ങനെ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം അതിൽപ്പെട്ടു. അങ്ങനെ അവിടുന്ന് ദുആ ചെയ്തു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത അല്ലാഹുവേ നീ അല്ലാതെ ഇലാഹില്ല, സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ഞാൻ അക്രമികളിൽ പെട്ടുപോയി എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫസ്തജബ്നാ ലഹു വനജ്ജയ്നാഹു മിനൽ ഗം വകദാലിക നുൻജിൽ മുഅ്മിനീൻ. അല്ലാഹു അദ്ദേഹത്തെ രക്ഷിച്ചു, ഉത്തരം നൽകി, ആ പ്രയാസത്തിൽ നിന്ന് രക്ഷിച്ചു. കദാലിക നുൻജിൽ മുഅ്മിനീൻ അങ്ങനെയാണ് നാം മുഅ്മിനുകളെ രക്ഷിക്കുക, അങ്ങനെയാണ് നാം മുഅ്മിനുകളെ രക്ഷിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ദുആ പറഞ്ഞ ആരെങ്കിലും വല്ലതും ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കും. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിന് മാത്രമുള്ളതാണോ അത്? അല്ല. കാരണം അല്ലാഹു പറഞ്ഞു കദാലിക നുൻജിൽ മുഅ്മിനീൻ, അങ്ങനെയാണ് നാം മുഅ്മിനുകളെ രക്ഷിക്കുക എന്നത്. അപ്പൊ അതുപോലെ അവിടത്തേക്ക് ആ പ്രയാസം ഉണ്ടായത് എന്താണ്? സബർ കിട്ടിയില്ല. ആ സമയത്ത് അവിടുന്ന് ആ ഖൗമിനോടുള്ള ദേഷ്യം കാരണത്താൽ അള്ളാഹുവിന്റെ കൽപ്പന കിട്ടുമെന്ന് നാട്ടിൽ നിന്ന് പുറപ്പെട്ടു. അതുപോലെ താങ്കളാവരുത്, ക്ഷമിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ആ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊരിക്കലും മോശമാക്കി പറയാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യംബഗി ലിഅഹദിൻ അൻ യഖൂൽ, ഒരാളും പറയാൻ പാടില്ല അന ഖൈറും മിൻ യൂനുസ് ഇബ്നു മറ്റ. ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. ഞാൻ അഥവാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം യൂനുസ് നബിയേക്കാൾ ഖൈറാണ് എന്ന് പറയരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. യഥാർത്ഥത്തിൽ എല്ലാ അമ്പിയാക്കളെക്കാളും അഫ്ദലാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞത് ഒരു മോശമാക്കുന്ന നിലക്ക് പറയാൻ പാടില്ല എന്നാണ്. ഒരു തഅസ്സുബ്, ഒരു കക്ഷി എന്ന നിലക്ക്
ഒരു മുസ്ലിം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ യഹൂദി പോഴ്ത്തിയപ്പോൾ ഒരു കക്ഷിത്വം നിലക്ക് എന്ത് പറഞ്ഞു? വല്ലതി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉയർത്തിയ അള്ളാഹു തന്നെ സത്യം എന്ന് യഹൂദിക്ക് മറുപടിയായി പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കി. അങ്ങനെ പറയരുത്. യഹൂദി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോഴ്ത്തിയപ്പോൾ അവനെ എതിർക്കാന്നുള്ള രൂപത്തിൽ എന്ത് പറഞ്ഞു? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂലുകളാണ് രണ്ടുപേരും എന്നതുപോലെ ആ റസൂലുകൾക്കിടയിൽ നമ്മൾ വേർതിരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ യഹൂദികളോ നസ്രാനികളോ വേർതിരിച്ചതുപോലെ നമ്മൾ വേർതിരിക്കുകയില്ല. എല്ലാവരും നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ അള്ളാഹും റസൂലും പറഞ്ഞ തഫ്ദീൽ, ആർക്കാണ് കൂടുതൽ ശ്രേഷ്ഠത, അത് നമ്മൾ അതുപോലെ വിശ്വസിക്കുന്നു. ഒരു തഅസ്സുബ്, കക്ഷിത്വം, നമ്മുടെ റസൂൽ അവരുടെ റസൂൽ എന്ന നിലക്ക് നമ്മൾ എന്താക്കുകയില്ല, നമ്മുടെ റസൂൽ ഖൈറാണെന്ന് പറയുകയില്ല. മനസ്സിലായില്ലേ? എന്നാൽ നബിമാരെല്ലാവരും ഒരുപോലെയല്ല. ചിലർക്ക് ചിലരെക്കാളും ഫദ്ലുണ്ട്. ഏറ്റവും അഫ്ദൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ടാമത്തെ അഫ്ദൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, പിന്നീട് മൂസ സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നീടുള്ള ഈസാ, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. അവർ രണ്ടുപേരിൽ ആരാണ് കിതാബിലോ സുന്നത്തിലോ നമുക്ക് വ്യക്തമായി ഒന്നും കാണാൻ സാധ്യമല്ല. എന്നാൽ ആദ്യത്തെ മൂന്ന് പേരുടെ തഫ്ദീൽ, അഫ്ദലിയ, അവരുടെ ശ്രേഷ്ഠത കിതാബിലും സുന്നത്തിലും വ്യക്തമായി വന്നിട്ടുള്ളതാണ്. അവർ ആ റസൂലിനെ പോലെ താങ്കളാകരുത്, അഥവാ സബർ വിട്ടുപോകരുത്. ഇദ്നാദവഹുവ മഖ്ദൂം, അവിടുന്ന് പ്രയാസത്തിലായിരിക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്തു. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല രക്ഷപ്പെടുത്തി. അള്ളാഹുവിന്റെ നിഅമത്ത് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ അവിടുന്ന് ആ ഒഴിഞ്ഞ പ്രദേശത്ത് വലിച്ചെറിയപ്പെടുമായിരുന്നു, മദ്മൂമായ നിലക്ക്, അഥവാ ദമ്മിന് വിധേയനായ, ആക്ഷേപത്തിന് അർഹനായ ആളായിക്കൊണ്ട്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല രക്ഷപ്പെടുത്തി. അള്ളാഹു തൗബ സ്വീകരിച്ചു, അള്ളാഹു രക്ഷപ്പെടുത്തി. ഫജ്തബാഹു റബ്ബുഹു, അള്ളാഹു അദ്ദേഹത്തിന്റെ റബ്ബ്, അവിടുത്തെ തെരഞ്ഞെടുത്തു, അഥവാ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ. ഫജഅലഹു, അവിടുത്തെ അള്ളാഹു ആക്കി തീർത്തു, മിനസ് സാലിഹീൻ, സാലിഹുകളുടെ കൂട്ടത്തിൽ ആക്കി തീർത്തു. വഇൻ യകാദു അല്ലദീന കഫറു ലയുസ്ലിഖൂനക ബിഅബ്സാരിഹിം ലമ്മാ സമിഉ الذിക്റ വയഖൂലൂന ഇന്നഹു ലമജ്നൂൻ വമാ ഹുവ ഇല്ലാ ദിക്റുൻ ലിൽആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വഇൻ യകാദു അല്ലദീന കഫറു, കാഫിറുകൾ ചെയ്തേക്കാം, അവർ ചെയ്യാൻ സമയമായിട്ടുണ്ട്, ലയുസ്ലിഖൂനക, താങ്കൾ അവർ വീഴ്ത്തിയേക്കാം, ബിഅബ്സാരിഹിം, അവരുടെ കണ്ണുകൾ കൊണ്ട്, ലമ്മാ സമിഉ الذിക്റ, അവർ ഈ ദിക്ർ കേട്ടാൽ, അഥവാ ഈ ഖുർആൻ കേട്ടാൽ, വയഖൂലൂന, അവർ പറയുകയും ചെയ്യുന്നു, ഇന്നഹു ലമജ്നൂൻ, ഇത് ജിന്ന് ബാധിച്ച ഒരാളാണ്, ഭ്രാന്തനാണെന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവർ പറയുകയും ചെയ്യുന്നു. വമാ ഹുവ, എന്നാൽ ഇതല്ല, ഈ ഖുർആനല്ല, ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ, ലോകർക്കുള്ള ഒരു ദിക്ർ, ഒരു ഓർമ്മപ്പെടുത്തലല്ലാതെ മറ്റൊന്നുമല്ല. എന്താണ് ഈ ആയത്തുകളുടെ തഫ്സീർ? അല്ലാഹു പറയുന്നു, വയകാദു അല്ലദീന കഫറു, കാഫിറുകൾ ചെയ്തേക്കാം, ലയുസ്ലിഖൂനക, താങ്കളെ വീഴ്ത്തിയേക്കാം, ബിഅബ്സാരി, അവരുടെ കണ്ണുകൾ കൊണ്ട്. അങ്ങനെ കണ്ണുകൾ കൊണ്ട് ഒരാളെ വീഴ്ത്താൻ സാധിക്കുക? അതായത് താബികളിൽ പലരും സഹാബത്തിൽ നിന്നൊക്കെ റിവായത്ത് കാണാം, ലയുൻഫിദൂനക ബിഅബ്സാരിഹിം, ഐ ലയുഈനൂനക ബിഅബ്സാരിഹിം, അവരുടെ കണ്ണുകൾ കൊണ്ട് വീഴ്ത്തും എന്ന് പറഞ്ഞാൽ കണ്ണേർ കൊണ്ട് വീഴ്ത്തും എന്ന്. ബിമഅന യഹ്സുദൂനക ലിബുഗ്ദിക ഇയ്യാഹ്, ലിബുഗ്ദിഹിം ഇയ്യാക ലൗലാ വിഖായത്തുല്ലാഹി ലക വഹിമായതുഹു ഇയ്യാക മിൻഹും, അല്ലാഹുവിന്റെ കാവലില്ലെങ്കിൽ അവർ അവരുടെ അസൂയയും അതിന്റെ ഫലമായി ഉണ്ടാകുന്ന കണ്ണേറും കൊണ്ട് താങ്കളെ വീഴ്ത്തിയേക്കാം. എന്നിട്ട് ഇബ്നു കസീർ പറഞ്ഞു, വഫി ഹാദിഹിൽ ആയ, ഈ ആയത്തിൽ തെളിവുണ്ട്, വഫി ഹാദിഹിൽ ആയ, ഈ ആയത്തിലുണ്ട് ദലീലും തെളിവ്, അലാ അന്നൽ ഐന, കണ്ണേറ്, ഇസാബതഹാ വതഅതീറഹാ ഹഖ്ഖുൻ, കണ്ണേറ് അത് ബാധിക്കുമെന്നും അതുകൊണ്ട് ഫലമുണ്ടാകുമെന്നും അതിന്റെ അനന്തര ഫലമുണ്ടാകുമെന്നും അത് ഹഖാണെന്നതിന് ഈ ആയത്തിൽ തെളിവുണ്ട്. ബിഅംരില്ലാഹി അസ്സ വജൽ, അല്ലാഹുവിന്റെ തീരുമാനപ്രകാരമാണ്, അവന്റെ വിധി അനുസരിച്ചിട്ടാണ് അത് നടക്കുക. കമാ വറദത് ബിദാലികൽ അഹാദീസുൽ മർവിയതു മിൻ തുറുഖിൻ മുതഅദ്ദിദത്തിൻ കസീറ, ഒരുപാട് വ്യത്യസ്തങ്ങളായ സനദുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഹദീസുകളിലും ഉള്ളതുപോലെ. എന്നിട്ട് ഇബ്നു കസീർ ഒരുപാട് ഹദീസുകൾ ഈ കണ്ണേറിന് തെളിവായി മാത്രം ഉദ്ധരിച്ചു. ഖുർആനിലുള്ള തെളിവാണ് ഈ ആയത്ത്. വയകാദു അല്ലദീന കഫറു ലയുസ്ലിഖൂനക ബിഅബ്സാരിഹിം ലമ്മാ സമിഉ الذിക്റ വയഖൂലൂന ഇന്നഹു ലമജ്നൂൻ. അതുപോലെ ഖുർആനിൽ വേറെ
തെളിവുണ്ട്. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം മക്കളോട് പറഞ്ഞത്, യൂസുഫ് നബിയുടെ സഹോദരങ്ങളോട് പറഞ്ഞത്, യാ ബനി ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദിൻ വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖ. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം നല്ല ഭംഗിയുള്ള മക്കളോട് എല്ലാവരും കൂടി ഒരേ വഴിയിലൂടെ കയറരുത്, വേറെ വേറെ വഴിയിലൂടെ കയറുക എന്ന് പറഞ്ഞു. അവർക്ക് കണ്ണേറ് ബാധിക്കാതിരിക്കാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്തു, അൽ ഐനു ഹഖ്ഖുൻ, അൽ ഐനു ഹഖ്ഖുൻ. കണ്ണേർ അത് യാഥാർത്ഥ്യമാണ്, കണ്ണേർ യാഥാർത്ഥ്യമാണ്. കണ്ണേർ എന്നാൽ അത് അധികവും ഹസദ് കൊണ്ട്, അസൂയ കൊണ്ട് സംഭവിക്കുന്നതാണ്. ചിലപ്പോൾ അസൂയ ഇല്ലാതെയും സംഭവിച്ചേക്കും. അതായത് നമ്മളൊരാളെ, നമുക്ക് ഭംഗിയുള്ള ഒരാളെ അല്ലെങ്കിൽ ഒരു കുട്ടികളെ, മൃഗത്തെ ഒക്കെ കണ്ടാൽ നമ്മുടെ അജബ് കൊണ്ട്, നമുക്കുണ്ടാകുന്ന അത്ഭുതം കൊണ്ട് അതിനെന്തെങ്കിലും പ്രയാസം ബാധിച്ചേക്കും. അള്ളാഹു അലം അതിൻ്റെ രൂപം എന്താണെന്ന് നമുക്കറിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്കറിയാം അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന്. അങ്ങനെ നമ്മൾ വല്ലതും കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരു സഹാബി, അദ്ദേഹം മറ്റൊരു സഹാബിയുടെ ഭംഗി, സഹൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു, നല്ല ഭംഗിയുള്ള സഹാബിയായിരുന്നു. അദ്ദേഹത്തെ കുളിച്ചു കയറുമ്പോൾ ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ അദ്ദേഹം വളരെ പുകഴ്ത്തി. പക്ഷെ വേറൊന്നും പറഞ്ഞില്ല, ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്തില്ല. അദ്ദേഹം ബോധരഹിതനായി വീണു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ മാ യഖ്തുലു അഹദുക്കും അഖാഹ്, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ സഹോദരനെ കൊല്ലുന്നത്? നിങ്ങൾക്ക് അജബുണ്ടാക്കുന്ന വല്ല കാര്യവും കണ്ടാൽ നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ, അവർക്ക് ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്തുകൂടായിരുന്നോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഇദാ റഅ അഹദുക്കും മിൻ അഖീഹി മാ യുഅ്ജിബുഹു ഫലിയദ്ഉ ലഹു ബിൽ ബറക. ആരെങ്കിലും തങ്ങളുടെ സഹോദരൻ എന്തെങ്കിലും നമുക്ക് അത്ഭുതം തോന്നുന്ന കാര്യം കണ്ടാൽ ഒരു ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യും. ബാറകല്ലാഹു ഫീക്, അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന അർത്ഥത്തിൽ പറയും. ബാറകല്ലാഹു ഫീക്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി അത് മറന്നുപോയാൽ അള്ളാഹു എനിക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്നെങ്കിലും പറയുക. ബാറകല്ലാഹു ഫീക് എന്ന് ദുആ ചെയ്യുക. നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടുന്ന കാര്യം കണ്ടാൽ, ഹസദ് ഉണ്ടായാലും ഇല്ലെങ്കിലും ചിലപ്പോൾ കണ്ണേറ് ബാധിച്ചേക്കും. അതിൽ നിന്ന് നമ്മൾ രക്ഷ തേടുക. കുട്ടികളൊക്കെ മന്ത്രിച്ചു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസനും ഹുസൈനും മന്ത്രിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. വഈദുകുമാ ബികലിമാത്തില്ലാഹി തആമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിച്ചു കൊടുക്കാറുണ്ടായിരുന്നു ഹസനും ഹുസൈനും. എന്താണ് അതിന്റെ അർത്ഥം തന്നെ? അള്ളാഹുവിന്റെ കലിമാത്തിനോട് ഞാൻ രക്ഷ തേടുന്നു. മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ, എല്ലാ ശൈത്താനിൽ നിന്നും, എല്ലാ ഹിംസ്ര ജന്തുക്കളിൽ നിന്നും, വമിൻ കുല്ലി ഐനിൻ ലാമ്മ, എല്ലാ മോശമായ കണ്ണുകളിൽ നിന്നും, അഥവാ കണ്ണേറിൽ നിന്നും. ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മന്ത്രിച്ചു കൊടുത്തിട്ടുണ്ട്. ബിസ്മില്ലാഹി അർഖീക് മിൻ കുല്ലി ഷൈഇൻ യുദീക് മിൻ ശർരി കുല്ലി നഫ്സിൻ വ ഐനി ഹാസിദിൻ അല്ലാഹു യശ്ഫീക് ബിസ്മില്ലാഹി അർഖീക്, കണ്ണേറിൽ നിന്ന്. അതുപോലെ നമുക്ക് എന്തെങ്കിലും ഖൈറായത് കണ്ടാൽ, നമുക്ക് ഇഷ്ടപ്പെടുന്ന വല്ലതും നമ്മുടെ സഹോദരങ്ങൾ കണ്ടാൽ ബറകല്ലാഹു ഫീക് എന്ന് പറയുക. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറയുക, കണ്ണേറ് ബാധിക്കാതിരിക്കാൻ. നമുക്ക് ബാധിക്കാതിരിക്കാൻ ദിക്റുകളും ദുആകളും പതിവാക്കുക, മന്ത്രി ചൂതുക, കുട്ടികൾക്ക് മന്ത്രി ചൂതി കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുക. ഇനി വല്ലവർക്കും ബാധിച്ചു എന്ന് സംശയമുണ്ടായാൽ, ഇന്ന ആളുടേതാണ് ബാധിച്ചത് എന്ന് സംശയമുണ്ടായാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചൊരു കാര്യം എന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന യുഅ്മറുൽ ആയിൻ, കണ്ണേറ് ബാധിച്ചു എന്ന്, ആരതാണ് തട്ടിയത് എന്ന് സംശയമുള്ളവനോട് ഇങ്ങനെ കൽപ്പിക്കാറുണ്ടായിരുന്നു. ഫയുതവല്ല, അവനോട് വുളു എടുക്കാൻ കൽപ്പിക്കുകയും, വയുഗ്സലു മിൻഹുൽ മഈൻ, ആർക്കാണോ തട്ടിയത് അവൻ ഈ വെള്ളം കൊണ്ട് കഴുകി കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അവന്റെ ശരീരത്തിൽ ഇത് ഒഴിക്കുകയും ചെയ്യാറുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ഹദീസ് നിഷേധികൾ, തങ്ങളുടെ ബുദ്ധിയെ ഇലാഹാക്കിയ ചിലർ, പ്രാകൃത ചികിത്സ എന്നൊക്കെ ഇതിനെക്കുറിച്ച് മുമ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. അവന്റെ ഇലാഹ് അല്ലാഹ് റബ്ബൽ, അവന്റെ ബുദ്ധിയാണ് അവന്റെ ഇലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂൽ, കളവ് പറയാത്ത അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണിത്. കണ്ണേറിട്ട് വിചാരിച്ചിട്ട് ദർഗയിൽ പോകലല്ല. കാരണം അത് അതിനേക്കാളും വലിയ ഷർറാണ്, ശിർക്കാണ്. ഉറുക്കു കെട്ടലല്ല, തകിടുകൾ കെട്ടലല്ല. അതുകൊണ്ട് ചിലപ്പോൾ ആ ഷർറ് പോയേക്കും, ശൈത്താൻ ഇറങ്ങിപ്പോവും. കാരണം അത് ആള് കാപ്പറായി കിട്ടിയില്ല. ഇനി ശൈത്താൻ എന്താ വേണ്ടത്? അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ് വേണ്ടത്. ദിക്റുകളും ദുആകളും പതിവാക്കുക, ഖുർആൻ ഓതുക, അത് കേൾക്കുക, അത് കയ്യിലൂതി തടവുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക. ഇനി എന്ത് ചെയ്തിട്ടും പ്രയാസങ്ങൾ മാറുന്നില്ലേ? ക്ഷമിക്കുക, അള്ളാഹുവിൽ നിന്ന് അജ്ർ പ്രതീക്ഷിക്കുക. അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ ഏത് പ്രയാസം നമുക്ക് മാറിക്കിട്ടാനാണ്?
അപ്പോൾ ഇതാണ് മുമ്പ് ഈ ഐനിൻ്റെ കണ്ണേറിൻ്റെ വിഷയം ഒരുപാട് നമ്മൾ ഇവിടെ തന്നെ സംസാരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വമാ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ. അവർ മജ്നൂനാണെന്ന് പറയുന്നു. ഈ ഖുർആനാകട്ടെ ലോകർക്കുള്ള ജനങ്ങൾക്കുള്ള ഒരു ദിക്ർ മാത്രമാകുന്നു, ഒരു ഉത്ബോധനം, ഓർമ്മപ്പെടുത്തൽ മാത്രമാകുന്നു. അള്ളാഹുലേക്ക്, അവൻ്റെ ജന്നത്തിലേക്ക് വിളിക്കുന്നതാകുന്നു ഈ കിതാബ്. അവനനുസരിക്കാൻ കൽപ്പിക്കുന്നത്, അവനെ ധിക്കരിക്കുന്ന പ്രവർത്തനങ്ങൾ ഒഴിവാക്കാൻ മുന്നറിയിപ്പ് നൽകുന്നതാണ് ഈ കിതാബ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നമ്മൾ 2 ജുസ്ഇന്റെ തഫ്സീർ പൂർത്തിയാക്കി. സൂറത്തു അൽ മുൽക്ക് നമ്മളുടെ തലശ്ശേരിയിൽ ആദ്യം തുടങ്ങിയത് അതായിരുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹു അവൻ്റെ ദീൻ നന്നായി പഠിക്കുവാനും ആ ദീൻ പാലിച്ചുകൊണ്ട് അതിലായിക്കൊണ്ട് മരിക്കുവാനും ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. الحمد لله الذي بنعمته تتم الصالحات، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.